സുനാമി എന്ന വാക്ക് മലയാളിക്ക് അപരിചിതമായിരുന്നു. 2004 ഡിസംബർ 26 വരെ ശാന്തമായ കടലും തിരയും ആളെ കൊല്ലും വിധം രാക്ഷസ രൂപം പ്രാപിക്കുമെന്ന് അന്നറിഞ്ഞു. അതിന് സർവ്വതും നശിപ്പിക്കാൻ ശേഷിയുണ്ടെന്നും അനുഭവം കൊണ്ട് മനസ്സിലായി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ ദ്വീപുകളുടെ പടിഞ്ഞാറൻ തീരത്തോടു ചേർന്ന് സുമാത്രയ്ക്കടുത്ത് ഇന്ത്യൻ സമയം രാവിലെ 7:59 വൻ ഭൂചലനമുണ്ടായി. 9.3 ആയിരുന്നു റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ തീവ്രത. ഈ തരംഗങ്ങൾ മണിക്കൂറുകൾക്കകം ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇന്ത്യ, തായ്ലൻഡ്, മാലിദ്വീപ്, സൊമാലിയ ഉൾപ്പെടെ 15ഓളം രാജ്യങ്ങളുടെ തീരത്ത് വൻ ദുരന്തം വിതച്ചു. ഇന്തോനേഷ്യയിലെ ആച്ചെ പ്രവിശ്യയിൽ തിരയുടെ ഉയരം 100 അടി വരെയായിരുന്നു. ദുരന്തത്തിൽ ആകെ 2,30,000 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇന്തോനേഷ്യയിൽ മാത്രം 1,70,000 പേർ മരിച്ചു. ശ്രീലങ്കയിൽ 35,000, ഇന്ത്യയിൽ 18,000, തായ്ലൻഡിൽ 8,000 എന്നിങ്ങനെയാണ് ഏകദേശ മരണക്കണക്ക്. അനാഥരായവരുടെ എണ്ണമെടുത്താൽ അതിലേറെ വരും. 5 ദശലക്ഷത്തിലേറെ പേർക്ക് വീട് നഷ്ടമായി. കേരളത്തിലെ തീരപ്രദേശങ്ങളും രാക്ഷസത്തിരയിൽ മുങ്ങി. തിര അടിച്ചു കയറുമ്പോൾ എന്തെന്നറിയാതെ ആളുകൾ നിസ്സഹായരായി നിന്നു. കടൽ തിരയുടെ സംഹാര താണ്ഡവത്തിൽ കൊല്ലപ്പെട്ടത് 236 മലയാളികളാണ്. ഇതിൽ 160-ലേറെ പേരും കൊല്ലത്തു നിന്നുള്ളവരായിരുന്നു. തിര അടങ്ങിയപ്പോൾ ഉറ്റവരെ തേടി ജീവൻ ബാക്കിയുള്ളവർ പരക്കം പാഞ്ഞു. ശരീരങ്ങൾ അങ്ങിങ്ങായി ചലനമറ്റു കിടന്നു. ഇരുട്ടിൽ അറിയാതെ ചവിട്ടുന്നത് പോലും മൃതശരീരങ്ങളിലായിരുന്നു. ആലപ്പാട് മുതൽ അഴീക്കൽ വരെ 8 കിലോമീറ്ററോളം കടലെടുത്തു. കുളച്ചൽ കാണിക്കമാതാ ദേവാലയത്തിലെ സെമിത്തേരിയിൽ 25 അടി നീളവും 10 അടി വീതിയുമുള്ള കുഴിയെടുത്താണ് മരിച്ചവരെ ഒന്നിച്ചടക്കിയത്. വെള്ളപുതച്ച മൃതദേഹങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി അടക്കി വെക്കുന്നത് കണ്ണീർ കാഴ്ചയായി. സംസ്ഥാനത്തെ 190 തീരദേശ ഗ്രാമങ്ങൾ നശിച്ചു. 17,381 വീടുകൾ തകർന്നു. 6 ജില്ലകളിലെ 4 ലക്ഷത്തോളം കുടുംബങ്ങളെ സുനാമി നേരിട്ട് ബാധിച്ചു. ഭൂപ്രകൃതിയാകെ മാറി. കന്യാകുമാരി ജില്ലയിലെ മണക്കുടി, ശൊത്തവിള, കുളച്ചൽ, കൊട്ടിൽപ്പാട് പ്രദേശങ്ങളെ തിര വിഴുങ്ങി. 800ഓളം പേരാണ് അവിടെ മരിച്ചത്. ഇന്ത്യയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ മരണമുണ്ടായത്. 7,000-ലേറെയാണ് മരണസംഖ്യ. ദുരന്തബാധിതരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ വർഷങ്ങളെടുത്തു. കണ്ണടച്ചാൽ കടലിരമ്പം പലരുടെയും ഉറക്കം കെടുത്തി. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.